Oh, hi. നാളെ മോർണിംഗിലെ പ്രൊഡക്റ്റ് നാളെ മോർണിംഗ് 8 AM. എല്ലാവരുടെയും ഡിമാൻഡ് അല്ലേ ലോങ് കോട്ട് സെറ്റ്. സോ ഞാൻ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തത് ലോങ് കോട്ട് സെറ്റ് ആണ്. ഇന്ന് മോർണിംഗ് ലോങ് കോട്ട് സെറ്റ് ആണ്. നാളെ മോർണിംഗും ലോങ് കോട്ട് സെറ്റ് ആണ്. ബിക്കോസ് ഒരുപാട് പേര് ആവശ്യക്കാരുണ്ട്. എല്ലാവർക്കും ഈ ഓഫീസിലൊക്കെ പോകുമ്പോൾ ഇടാനായിട്ട് കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും. പക്ഷെ ഇന്നത്തെ ഒരു രക്ഷയില്ലാട്ടോ. സിൽക്ക് ബേസ് ഒരു ടൈപ്പ് ഓഫ് ഫാബ്രിക്, ചെറിയ ഷർട്ട് കോളർ കൊടുത്തിട്ട് സെന്റർ പ്ലാക്കറ്റ് വിത്ത് ബട്ടൺ കൊടുത്ത് സൈഡ് സ്ലിറ്റും ഫ്രണ്ട് സ്ലിറ്റും. ഈ ഫ്രണ്ട് സ്ലിറ്റ് ഇത്രയും വേണ്ടാത്ത ആളുകൾക്ക് ഇതൊന്ന് പാക്കിംഗ് ചെയ്ത് വേണമെങ്കിൽ ഇതിന്റെ ലെങ്ത് കുറയ്ക്കാം. എന്താ പറയാ, നല്ല രസമുള്ള ലോങ് കോഡാണ്. അത് 49 ലെങ്ത് വരുന്ന ലോങ് കോഡാണ്. അത് 3/4 സ്ലീവ് ഒക്കെ വെച്ച് ഇതിന് കുറെ ഷെയ്ഡ്സ് ഉണ്ട്. നമ്മൾക്ക് ഇത് 1 by 1 ആയിട്ട് കാണാം. ഇതേ കണ്ടോ, ഞാനിപ്പോ ഈ വെയർ ചെയ്തിരിക്കുന്നതിന്റെ ഡിഫറെന്റ് ഷെയ്ഡ്സ് ആണ്. എല്ലാം പ്ലെയിൻ കോഡ് എന്നുള്ള ലെവലിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. സിൽക്ക് ബേസ് ഫാബ്രിക് ആണ്. സൈഡ് സ്ലിറ്റ് വരുന്നുണ്ട്, ഫ്രണ്ട് സ്ലിറ്റ് വരുന്നുണ്ട്. ആങ്കിൾ ഫിറ്റ് പലാസോ പാൻസ് ആണ്. സോ ടോപ്പ് ആൻഡ് ബോട്ടം. സോ ബീട്രൂട്ട് മെറൂൺ കളർ, റെഡിഷ് മെറൂൺ ടോൺ, മസ്റ്റേർഡ്. ഒരു കളർ പോലും ഇതിനകത്ത് നിന്ന് സ്കിപ്പ് ചെയ്യാൻ തോന്നത്തില്ല. ബിക്കോസ് ഓൾ ദ കളേഴ്സ് അത്രയ്ക്ക് ഡ്രസ്സുണ്ട് കാണാനായിട്ട്. റാണി ആൻഡ് നേവി. ബ്ലാക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു റാണി ഉറപ്പായിട്ട് എടുക്കണം. നേവി എടുത്താലും റാണി എടുക്കണം. ബിക്കോസ് ഇതിനകത്ത് ഇട്ടിട്ട് ഞാൻ വേറെ ആയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമായ റാണി ഇട്ടിട്ടാണ്. പിന്നെ ബ്ലാക്ക് മൈ ഫേവറേറ്റ് കളർ. എല്ലാ കളർ എടുത്താലും വർക്കാണ്. പ്രിന്റഡ് സ്റ്റോളോ ദുപ്പട്ട രസം ഉണ്ടാവില്ല. ലിനൻ കണക്കത്തെ കോട്ടൺ സ്റ്റോൾ ഇട്ടിട്ട് ഓഫീസിലൊക്കെ പോകുമ്പോൾ നല്ല സ്റ്റൈലിഷ് ആയിട്ട് നല്ലൊരു ഷെയ്ഡ്സൊക്കെ ഗ്ലൗസ് ഒക്കെ വെച്ചാൽ നല്ല രീതിയിൽ സ്റ്റൈലിംഗ് ചെയ്ത് വരാൻ പറ്റും. ഹെയർ ഇൻ ഹൗസിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു.